മോട്ടീവ് ലാബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ മുറ്റത്ത് നമ്മൾ ടൈൽസ് വിരിക്കാറുണ്ടല്ലേ? ടൈൽസ് വിരിക്കുക, പാകുക, ടൈൽസ് ഇടുക എന്നൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ. നമ്മുടെ വീടിൻ്റെ അകത്ത് ടൈൽസ് അല്ലെങ്കിൽ മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് വിരിക്കുന്ന പോലെ അല്ല മുറ്റത്ത് വിരിക്കുന്നത്. മുറ്റത്ത് വിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റൈലിൽ അല്ലെങ്കിൽ പാറ്റേൺ ഒക്കെ ഒപ്പിച്ചിട്ടാണ് ഈ ടൈലിന് വർക്കിന് വരുന്ന ആളുകളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പല പാറ്റേണിൽ അവർ ടൈല് പാകാറുണ്ട്, വിരിക്കാറുണ്ട് അല്ലേ? ഞാനിവിടെ ഒരു ടൈൽ വർക്ക് കാണിച്ചു തരാം. ഒരു ഡിസൈനാണിത്. നിങ്ങൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഇതല്ലേ? ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വർക്കിൽ നിന്ന്, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ടൈല് ഞാനെടുത്ത് ഇളക്കി മാറ്റി. ആ ടൈലിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ഡോട്ട് ഇട്ടു, ഒരു റെഡ് കളർ ഡോട്ട് ഇട്ടു. മറ്റൊരു ടൈലെടുത്തു, അവിടെയും ഞാനൊരു റെഡ് കളർ ഡോട്ട് ഇട്ടു. മറ്റൊരു ടൈലെടുത്തു, അവിടെയും ഞാനൊരു റെഡ് കളർ ഡോട്ട് ഇട്ടു. അതിനുശേഷം ഞാൻ എല്ലാ ടൈലുകളും എടുത്തു മാറ്റി. ആ എടുത്തു മാറ്റിയ ടൈലുകളുടെയൊക്കെ സെൻറ്ററുകളിൽ ഞാനൊരു പോയിന്റ് ഇട്ടിരുന്നു. അങ്ങനെ കിട്ടുന്ന ഈ പോയിന്റിനെ, സെറ്റ് ഓഫ് പോയിന്റ്സിനെ നമ്മൾ സയൻറ്റിഫിക്കലി വിളിക്കുന്ന വാക്കാണ് സ്പേസ് ലാറ്റിസ്. സെറ്റ് ഓഫ് പോയിന്റ്സ്, ആ സെറ്റ് ഓഫ് പോയിന്റ്സ് വഴി ഉണ്ടായ സ്കഫോൾഡിംഗ് മേലാണ് ശരിക്കും ആ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പേസ് ലാറ്റിസ്. അതൊരു 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. നിലത്തിപ്പോൾ വിരിക്കുമ്പോൾ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമാണല്ലോ ഉള്ളത്. ആ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റിൽ കിട്ടുന്ന ആ സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. അവിടെ അടുക്കി വെച്ച യൂണിറ്റുകളെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ബേസിസ് എന്നാണ്. മോട്ടീഫ് എന്നും പറയാറുണ്ട്. മോട്ടീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ ഉപയോഗിക്കുന്ന വാക്കാണ് ശരിക്കും മോട്ടീഫ്. ഇവിടെ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഏതാണ്? ടൈലാണ്. ടൈല് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ആ ടൈല് വെച്ച സെറ്റ് ഓഫ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ ടൈല് പണി നടക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ വീട്ടിൽ ടൈല് പണിക്കാർ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചെന്നിട്ട് പറയാം, ഇത് കെമിസ്ട്രിയുടെ ബേസിലാണ്, ഇതിൻ്റെ സ്പേസ് ലാറ്റിസ് അനുസരിച്ച് വെക്കണം കേട്ടോ ചേട്ടാ എന്നൊക്കെ നമുക്ക് അവരെ വേണമെങ്കിൽ ഉപദേശിക്കാം. നമുക്ക് കുറച്ച് കെമിസ്ട്രി അറിയാമെന്ന്, അല്ലെങ്കിൽ അത് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അവർ അറിഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ പാറ്റേൺ ഒരുക്കുന്നത് ആ സെറ്റ് ഓഫ് പോയിന്റ്സിൽ ഈ ബേസിക്സ് യൂണിറ്റ്, അപ്പോൾ 3 ടേമാണല്ലോ. ഒന്ന് ബേസിസ് അല്ലെങ്കിൽ മോട്ടീഫ്, അതാ റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് അല്ലേ? ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സ്പേസ് ലാറ്റിസ് എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സ്പേസ് ലാറ്റിസ് എന്ന്. ഇനി ഞാൻ ഈ സ്പേസ് ലാറ്റിസിൽ ടൈലിന് പകരം ഞാനൊരു മോളിക്കൂൾ കൊണ്ടുവന്ന് വെക്കുന്നു എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് സെൻറ്ററിലുള്ള ഒരു പോയിന്റ്, ആ പോയിന്റിലേക്ക് ഞാനിതാ ഒരു മോളിക്കൂളിനെ കൊണ്ടുവന്ന് വെച്ചു. ഈ മോളിക്കൂളിൻ്റെ പ്രത്യേകത, ഇതിന് സെൻറ്ററിൽ ഒരു ആറ്റം ഉണ്ട്, ചുറ്റുവട്ടത്ത് 6 ആറ്റംസ് ഉണ്ട്, മൊത്തം ഒക്ടാഹെഡ്രൽ ഷേപ്പിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഒരു മോളിക്കൂളിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. അടുത്ത പോയിന്റിൽ മറ്റൊരു മോളിക്കൂളിനെ കൊണ്ടുവന്ന് വെച്ചു. അടുത്ത പോയിന്റിൽ മറ്റൊരു മോളിക്കൂളിനെ കൊണ്ടുവന്ന് വെച്ചു. അടുത്ത പോയിന്റിൽ മറ്റൊരു മോളിക്കൂൾ. ഇങ്ങനെ ആ പോയിന്റുകൾ മൊത്തം ഞാൻ എന്ത് ചെയ്തു? മോളിക്യൂൾസിനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ കിട്ടും അല്ലേ? ശരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ സോളിഡുകളെ കുറിച്ച് പറയുമ്പോൾ, സോളിഡ്സിനകത്ത് അതിൻ്റെ കോൺസ്റ്റുവൻ്റ് പാർട്ടിക്കിൾസിനെ ശരിക്കും ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ സോളിഡ്സിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. ആ പാറ്റേണിനെ നമ്മൾ വിളിക്കുന്നത്, ആ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്നത് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാണ്. ക്രിസ്റ്റൽ ലാറ്റിസ്. അതായത് ആ ക്രിസ്റ്റൽ സ്പേസ് ലാറ്റിസിലേക്ക് നമ്മൾ ഈ മോട്ടീവ്സിനെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന്? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ പ്രത്യേകത, അതിനകത്തുള്ള മോട്ടീഫിനെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ മോട്ടീവ്സിൻ്റെയും എൻവയോൺമെൻറ്റ്, ചുറ്റുവട്ടം, അതിൻ്റെ ചുറ്റുമുള്ള വശങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൈബറിങ് ആറ്റംസ്, അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള അതിൻ്റെ ബന്ധങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കും. ടൈലിലും അങ്ങനെ തന്നെയാണല്ലോ. ടൈല് നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ, ഒരു ടൈൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടം മൊത്തം ഒരേപോലെ ആയിരിക്കും. അടുത്ത ടൈൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടം മൊത്തം ഒരേപോലെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ എഡ്ജസ്, ഉദാഹരണത്തിന് ടൈല് വിരിച്ച് നമ്മൾ മതിലിൻ്റെ അടുത്തെത്തിയാൽ ആ അറ്റത്തുള്ള ടൈലിൻ്റെ എല്ലാ വശവും ഒരേപോലെ ആയിരിക്കില്ല. അതിൻ്റെ നൈബേഴ്സ് ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അല്ല, അതുപോലെ തന്നെയാണ് ക്രിസ്റ്റലിനകത്ത് അല്ലെങ്കിൽ സോളിഡിനകത്തും ഈ പറഞ്ഞ രീതിയിൽ ക്രിസ്റ്റൽ ലാറ്റിസിലും അതിൻ്റെ എല്ലാ മോട്ടീവ്സും, എല്ലാ ബേസിക് യൂണിറ്റും ഒരേപോലെ എൻവയോൺമെൻ്റ് ഉള്ളതായിരിക്കും. എന്തൊഴികെ? അതിൻ്റെ എഡ്ജ് ഒഴികെ, അല്ലെങ്കിൽ നമ്മൾ പറയും അതിൻ്റെ സർഫസ് ഒഴികെ. സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോൾ, സോളിഡിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സർഫസിലുള്ള ബേസിക് യൂണിറ്റിന് മാത്രം ഒരേപോലെ ആയിരിക്കണം എന്നില്ല. മറിച്ച് ബാക്കിയുള്ള എല്ലാ മോട്ടീവ്സും എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സോളിഡിനകത്ത് ഇങ്ങനെയാണ്
ശരിക്കും എന്ത് ചെയ്യുന്നത്, പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 ഡയമെൻഷണൽ ആണ് എങ്കിൽ ശരിക്കും സോളിഡ് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണ്, അതിൻ്റെ മുകളിലേക്കും ഉണ്ടല്ലോ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. ഈ 3 ആക്സിസിലും കൂടി ചേർന്നിട്ട് സോളിഡ്, ഏതൊരു സോളിഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു പാറക്കല്ല് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണല്ലോ. അതിന് എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, ഇസഡ് ആക്സിസ് ഉണ്ടാവും. ആ 3 ആക്സിസിലും കൂടി ഇതുപോലെ മോളിക്യൂൾസിനെ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ സെറ്റ് ഓഫ് പോയിന്റ്സിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമുക്ക് ശരിക്കും അതിൻ്റെ സ്ട്രക്ചർ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്തെന്ന്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ 2 തരത്തിൽ ഈ ലാറ്റിസ് ആകാം, അറേഞ്ച്മെൻ്റ് ആകാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇതിൽ ലാറ്റിസ് എ എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റും എങ്ങനെയാണ്, നേരെ ഒരു ലൈനിലാണ് വന്നിരിക്കുന്നത് അല്ലേ. വെർട്ടിക്കലും ഹൊറിസോണ്ടൽ എടുത്താലും ഒരേ ലൈനിലാണ്. പക്ഷേ ഈ സെക്കൻഡ് കേസ് നോക്കൂ, ലാറ്റിസ് ബി നോക്കൂ, ഇവിടെ ഡയഗണലാണ് ലൈൻ വരുന്നത് അല്ലേ. ക്രോസിങ്ങടും വരുമ്പോഴാണ് ശരിക്കും എന്ത് വരുന്നത്, ഡയഗണൽ ഷേപ്പിൽ, ഡയഗണൽ ആംഗിളിലാണ് ശരിക്കും അതിൻ്റെ ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ 2 തരത്തിൽ അതിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട്. ക്രിസ്റ്റൽ ലാറ്റിസിൻ്റെ പ്രത്യേകത ഒന്ന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ക്രിസ്റ്റൽ ലാറ്റിസിലെ നമ്മൾ ഓരോ പോയിന്റിനെയും വിളിക്കുന്നത് ലാറ്റിസ് പോയിന്റ് എന്നാണ്, അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയും. ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ്. ഈ ഓരോ പോയിന്റിലും എന്തുണ്ടാകും, ഓരോ പോയിന്റും സൂചിപ്പിക്കുന്നത് അതിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിളിനെയാണ്, ആ ക്രിസ്റ്റലിൻ്റെ, ആ സോളിഡിൻ്റെ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിളിനെയാണ്. അത് ആറ്റം ആകാം, അയോൺ ആകാം, മോളിക്യൂൾ ആകാം എന്നുള്ളതാണ്. ഈ സെറ്റ് ഓഫ് പോയിന്റ്സിനെ അല്ലെങ്കിൽ ലാറ്റിസ് പോയിന്റുകളെ നമ്മൾ ബന്ധിപ്പിച്ചാൽ നമുക്ക് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനുകളായിരിക്കും കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈനുകളായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ആ സ്ട്രെയിറ്റ് ലൈനുകളാണ് അതിൻ്റെ ജോമെട്രി തീരുമാനിക്കുന്നത്. ആ സ്ട്രെയിറ്റ് ലൈനുകളാണ് ഈ ലാറ്റിസ് പോയിന്റുകളുടെ അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റുകളുടെ, ആ ലാറ്റിസ് സൈറ്റുകളെ ബന്ധിപ്പിക്കുമ്പോൾ കിട്ടുന്ന ലൈൻസ് ആണ് ശരിക്കും ആ ക്രിസ്റ്റലിൻ്റെ, ആ സോളിഡിൻ്റെ ജോമെട്രി തീരുമാനിക്കുന്നത്. ഇനി ക്രിസ്റ്റലിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ ജോമെട്രി അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞല്ലോ, ജോമെട്രി തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ജോമെട്രിയിലെ എല്ലാം ഒരേപോലെ ആയിരിക്കും. ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ അതിൻ്റെ പാറ്റേൺ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ആ സോളിഡിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ, ക്രിസ്റ്റലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒരു ചെറിയ പാർട്ട് എടുത്താൽ മതി അല്ലേ. അങ്ങനെ വേർതിരിച്ചെടുക്കുന്ന ആ പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത് യൂണിറ്റ് സെൽ എന്നാണ് വിളിക്കുന്നത്. യൂണിറ്റ് സെല്ല്, നമുക്ക് യൂണിറ്റ് സെല്ല് പല സ്ഥലത്തിൽ ഇങ്ങനെ എടുക്കാം. യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രൂ ഔട്ട് ദ ക്രിസ്റ്റലിൻ്റെ നേച്ചർ മൊത്തമുള്ള ഒരു ചെറിയ യൂണിറ്റിനെ, ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് എന്ത്, അതിനിടക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല, ആ ചെറിയ യൂണിറ്റിനെ നമ്മൾ അടർത്തി എടുക്കുമ്പോൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, യൂണിറ്റ് സെല്ല് എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് സെല്ല് ഒരു 2 ഡയമെൻഷണൽ സ്ട്രക്ചറിൻ്റെ കേസിൽ യൂണിറ്റ് സെല്ലിന് 2 വശങ്ങളാണുള്ളത് അല്ലേ. ഇപ്പോൾ എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും അല്ലേ. ആ എ ബിയും ഉണ്ടാവും, അതിനിടയ്ക്ക് ഒരു ആംഗിളും ഉണ്ടാവും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് നമുക്ക് 5 തരത്തിലാണ് സാധ്യമാകുന്നത്. ഈ പിക്ചർ നോക്കുക, ഇതിൽ ഫസ്റ്റ് പിക്ചറിൽ 2 വശങ്ങളും എയും എന്ന് കൊടുക്കാൻ കാരണം അതിൻ്റെ 2 വശങ്ങളും ഈക്വൽ ആണ്, അതിൻ്റെ ആംഗിൾ 60 ആണ്. സെക്കൻഡ് കേസിൽ എയും ബിയുമാണ്, ഒരു വശത്തിനേക്കാൾ കുറച്ച് നീളം കൂടുതലാണ്, മറ്റേ വശത്തിന് അതിൻ്റെ ആംഗിൾ 90 ആണ്. തേർഡ് വൺ ആകുമ്പോൾ എയും ആണ്, ഈക്വൽ ലെങ്ത് ആണ് സൈഡിനുള്ളത്, പക്ഷേ ആംഗിൾ എത്രയാണ്, 90 ആണ്. അടുത്തത് ഈക്വൽ ലെങ്ത് ആണുള്ളത്, പക്ഷേ ആംഗിൾ എന്തല്ല, 90 അല്ല, അതിനകത്ത് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ലാറ്റിസ് ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത ആ കേസ് പോലെയാണ് വരുന്നത്. എയും ബിയുമാണ്, രണ്ടും 2 ലെങ്ത് ആണ്, അതിൻ്റെ ആംഗിളും എന്തായിരിക്കും, 90 ആയിരിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ 5 പോസിബിലിറ്റീസ് ആണ് ശരിക്കും 2 ഡയമെൻഷണൽ സ്ട്രക്ചർ ആകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സോളിഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിട്ടാണ്. അപ്പോൾ 3 ഡയമെൻഷണൽ സ്ട്രക്ചറുള്ള സോളിഡിൽ നിന്ന് ഒരു ചെറിയ പാർട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ അതിൻ്റെ ജിയോമെട്രിയുടെ ബേസിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുകയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേച്ചർ ത്രൂ ഔട്ട് ദ ക്രിസ്റ്റൽ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിനെ പതുക്കെ ഇങ്ങ് എടുക്കാനായിട്ട് കഴിയും. ഈ പിക്ചർ നോക്കൂ, ഇതൊരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട് അല്ലേ. ഇതിൽ നിന്നും നമുക്ക് ചെയ്യുന്നത്, നമ്മളതിൻ്റെ ചെറിയൊരു പാർട്ട് ഇതുപോലെ ഇങ്ങനെ അടർത്തി മാറ്റിയിടിക്കുക. അപ്പോൾ ഇതാണ് സ്മോളസ്റ്റ് യൂണിറ്റ് അല്ലേ, അതാണ് യൂണിറ്റ് സെല്ല്, ക്രിസ്റ്റലിൻ്റെ യൂണിറ്റ് സെല്ല് ഇതാണ്. അപ്പോൾ ക്രിസ്റ്റലിൽ നിന്ന് ഇങ്ങനെ യൂണിറ്റ് സെല്ലുകൾ എടുക്കുമ്പോൾ, അതിന് ഞാൻ നേരത്തെ പറഞ്ഞ 2 ഡയമെൻഷനിലെ കേസിൽ എയും ബിയും ആയിരുന്നുവെങ്കിൽ ഇവിടെ 3 ഡയമെൻഷനിൽ ആയതുകൊണ്ട് തന്നെ 3 ആക്സിസ് ഉണ്ടാവും അല്ലേ. എ ഉണ്ടാവും, ബി ഉണ്ടാവും, സി ഉണ്ടാവും. ഇവ തമ്മിലുള്ള ആംഗിളുകളും വ്യത്യാസം ഉണ്ടാവും. ഒന്ന് ആൽഫ എന്ന് കൊടുക്കാം, ബീറ്റ എന്ന് കൊടുക്കാം, ഗാമ എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ, അതിൻ്റെ 3 ഡയമെൻഷണൽ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമുക്ക് 6 പാരാമീറ്റേഴ്സാണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? 3 വശങ്ങൾ, എ ബി സി എന്നുള്ള 3 വശങ്ങളുണ്ട്. അതിന്
അതുമായി ബന്ധപ്പെട്ട 3 ആംഗിളുകൾ ഉണ്ടാവും. അത് ആൽഫ, ബീറ്റ, ഗാമ എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയും സിയും തമ്മിലുള്ള ആംഗിളാണ്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും സിയും തമ്മിൽ, ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ. ഇതിനെ അതായത് മൊത്തം 6 പാരാമീറ്റേഴ്സാണ് ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നമുക്കുണ്ടാകുന്നത്. എ, ബി, സി, ആൽഫ, ബീറ്റ, ഗാമ. ഈ പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രിസ്റ്റലുകളെ പലതരത്തിലായിട്ട് തിരിക്കാൻ കഴിയും. നമുക്ക് ക്യൂബിക് സെല്ലുകളെ നമ്മൾ എടുക്കുന്ന ഈ ചെറിയ യൂണിറ്റിനെ മെയിനായിട്ട് 2 തരത്തിലാണ് തിരിക്കാൻ കഴിയുന്നത്. ഒന്ന് പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്നും 2 സെൻറ്റേഡ് യൂണിറ്റ് സെല്ല് എന്നും. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ആ യൂണിറ്റ് സെല്ലിൻ്റെ കോർണറുകളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, പാർട്ടിക്കിൾ ഉണ്ടാവുള്ളൂ. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ, അത് ആറ്റം ആകാം, അയോൺ ആകാം, മോളിക്യൂൾ ആകാം. നമ്മളൊരു യൂണിറ്റ് സെല്ല് ക്രിസ്റ്റലിൽ നിന്ന് എടുത്താൽ അതിൻ്റെ കോർണറുകളിൽ മാത്രമാണ് ഈ കോൺസ്റ്റുവൻറ്റ് പാർട്ടിക്കിൾ ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. അതല്ല, കോർണർ കൂടാതെ അതിനകത്ത് പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ സെൻറ്റേഡ് യൂണിറ്റ് സെൽ എന്ന് വിളിക്കും. അത് എവിടെയും ആകാം. അതുകൊണ്ട് തന്നെ അതിനെ വീണ്ടും നമ്മൾ 3ആയിട്ട് തിരിക്കും. അപ്പോൾ യൂണിറ്റ് സെല്ലിനെ നമ്മൾ 2ആയിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും, പ്രിമിറ്റീവ് എന്നും സെൻറ്റേഡ് എന്നും. സെൻറ്റേഡിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ല്, ഫേസ് സെൻറ്റേഡ് യൂണിറ്റ് സെല്ല്, എൻ സെൻറ്റേഡ് യൂണിറ്റ് സെല്ല് എന്നായിട്ടാണ്. ബോഡി സെൻറ്റേഡ് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞാൽ ഈ കോർണറുകളിൽ അല്ലാതെ പാർട്ടിക്കിൾ കോർണറുകളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് കൂടാതെ ആ ബോഡിയുടെ സെൻറ്ററിൽ, ആ യൂണിറ്റിൻ്റെ സെൻറ്ററിൽ നടുക്ക് ഒരു പാർട്ടിക്കിൾ വരും. പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് ആറ്റം ആകാം, അയോൺ ആകാം, മോളിക്യൂൾ ആകാം. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫേസ് സെൻറ്റേഡ് ആണ്. ഫേസ് സെൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണറുകളിലല്ലാതെ എല്ലാ ഫേസിലും എന്ത് ചെയ്യുക, പാർട്ടിക്കിൾ വരിക. എല്ലാ ഫേസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫേസ് ഉണ്ടാവും? നോർമലി ഒരു യൂണിറ്റ് സെല്ലിന് 6 വശങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ? ആ 6 വശങ്ങളിലും എന്ത് ചെയ്യുക, 6 വശങ്ങളിലും അതിൻ്റെ സെൻറ്റർ, ആ ഫേസിൽ എന്ത് ചെയ്യുക, പാർട്ടിക്കിളുകൾ ഉണ്ടാകാം. പാർട്ടിക്കിൾ ആറ്റമാകാം, അയോണാകാം, മോളിക്യൂൾ ആകാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഫേസ് സെൻറ്റേഡ് എന്ന് വിളിക്കും. എൻ സെൻറ്റേഡ് യൂണിറ്റ് സെല്ലുകളുണ്ട്. എൻ സെൻറ്റേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിലുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൽ 2 വശങ്ങളിൽ എന്തുണ്ടാവും, ഈ പാർട്ടിക്കിൾ ഉണ്ട് എങ്കിൽ, ആ വശങ്ങളിൽ ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻ സെൻറ്റേഡ് യൂണിറ്റ് സെല്ല് എന്ന് വിളിക്കുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാകുന്നത്. എൻ സെൻറ്റേഡ് യൂണിറ്റ് സെല്ല് എന്ന് പറയും. ഇനി ക്രിസ്റ്റലിലെ ഈ ബേസിക് ഫിഗേഴ്സിനനുസരിച്ചിട്ട് നമുക്ക് ക്രിസ്റ്റൽ ലാറ്റിസിനെ നമുക്ക് 7 സിസ്റ്റംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയും. ജനറലി നമുക്ക് 7 സിസ്റ്റംസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. നമ്മളിനി 7 കാറ്റഗറി പറയാൻ പോവുകയാണ്. അതിൽ നമ്മൾ 6 പാരാമീറ്റേഴ്സ് പറഞ്ഞല്ലോ. ഏതൊക്കെ? ആൽഫ, ബീറ്റ, ഗാമ, അതുപോലെ തന്നെ എ, ബി, സി, 3 സൈഡ്സും 3 ആംഗിളും. അതിൻ്റെ ബേസിലാണ് ശരിക്കും ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് 7 ക്രിസ്റ്റൽ ടൈപ്പ് നമുക്ക് സിസ്റ്റംസ് പറയാനായിട്ട് കഴിയും. എല്ലാ സോളിഡ് ക്രിസ്റ്റൽസിനെയും അനലൈസ് കഴിയുമ്പോൾ ബ്രോഡ്ലി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് 7 തരത്തിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് കാറ്റഗറി വരുന്നത് ക്യൂബിക് ടൈപ്പാണ്, ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം. ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ തന്നെ 3 പോസിബിലിറ്റിയാണുള്ളത്. 1 പ്രിമിറ്റീവ്, 2 ബോഡി സെൻറ്റേഡ്, 3 ഫേസ് സെൻറ്റേഡ്. പ്രിമിറ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്താണ്? അതിൻ്റെ കോർണറിൽ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ബോഡി സെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ കോർണറിലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ബോഡിയുടെ സെൻറ്ററിലും ഉണ്ടാകും, യൂണിറ്റ് സെല്ലിൻ്റെ സെൻറ്ററിലും ഉണ്ടാകും. മൂന്നാമത്തത് ഫേസ് സെൻറ്റേഡ് ആണ്. അതിനർത്ഥം എല്ലാ കോർണറിലും പാർട്ടിക്കിൾ ഉണ്ടാവും, ഓപ്പോസിറ്റ് എല്ലാ വശങ്ങളിലും എന്തുണ്ടാവും, ഫേസിലും എന്തുണ്ടാവും, പാർട്ടിക്കിൾ ഉണ്ടാവും. ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത A = B = C എന്നുള്ളതാണ്. A = B = C. A = B = C എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പറയാൻ കഴിയും അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ ആൽഫ = ബീറ്റ = ഗാമ = 90 ഡിഗ്രി എന്നുള്ളത്. എല്ലാ ആംഗിളും ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, സിങ്ക് ബ്ലെൻഡ്, കോപ്പറൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്രിസ്റ്റൽ സിസ്റ്റം, ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം. അത് എത്ര ഉണ്ട്? ഈ കാണുന്ന പോലെ 3 തരത്തിലുണ്ട്. പ്രിമിറ്റീവ് ആകാം, ബോഡി സെൻറ്റേഡ് ആകാം, ഫേസ് സെൻറ്റേഡ് ആകാം. ഇങ്ങനെ 3 എണ്ണമാണ് ഫസ്റ്റ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റമാണ് ടെട്രഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം. ക്യൂബിക് ആകുമ്പോഴത്തേക്ക് 3 വശവും ഈക്വൽ ആയിരുന്നു. പക്ഷെ ടെട്രഗണൽ ആകുമ്പോൾ 2 വശമേ ഈക്വൽ ഉള്ളൂ. മൂന്നാമത്തെ വശം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് A = B എന്ന് പറയാൻ പറ്റും, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു C എന്ന് പറയാൻ പറ്റും. പക്ഷെ ആംഗിളുകളെല്ലാം സെയിം ആണ്. ആൽഫ = ബീറ്റ = ഗാമ. ഈ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് മനസ്സിലാവും. അതിന് 2 പോസിബിലിറ്റി ആണുള്ളത്, പ്രിമിറ്റീവും ബോഡി സെൻറ്റേഡും. പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ എല്ലാ കോർണറിലും ഈ പിക്ചറിൽ കാണുന്ന പോലെ എല്ലാ കോർണറിലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവും ബോഡിയുടെ സെൻറ്ററിലും
കോർണറിലും. അങ്ങനെ 2 പോസിബിലിറ്റിയാണ് ഈ ടെട്രഗണൽ കാറ്റഗറിയിൽ വരുന്നത്. എക്സാമ്പിൾ പഠിക്കണം. വൈറ്റ് ടിൻ, ടിൻ ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, കാൽഷ്യം സൾഫേറ്റ് ഒക്കെ നമുക്ക് എക്സാമ്പിളുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. അതാണ് രണ്ടാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റം. അപ്പോൾ ഒന്നാമത്തേത് ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം, രണ്ടാമത്തേത് ടെട്രഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം, മൂന്നാമത്തേതാണ് ഓർത്തോറോംബിക് സിസ്റ്റം, ഓർത്തോറോംബിക് ക്രിസ്റ്റൽ സിസ്റ്റം. ഓർത്തോറോംബിക് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് 4 പോസിബിലിറ്റിയാണുള്ളത്. പ്രിമിറ്റീവ് ആകാം, അതായത് എല്ലാ കോർണറിലും മാത്രമാകാം, ബോഡി സെൻറ്റേഡ് ആകാം, ഫേസ് സെൻറ്റേഡ് ആകാം, എൻ സെൻറ്റേഡ് ആകാം. ഇവിടെ പ്രത്യേകത A is not equal to B, that is not equal to C. 3 സൈഡിനും 3 ലെങ്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ 90 ഡിഗ്രി ആയിരിക്കും. എല്ലാം പെർപെൻഡിക്കുലർ ആയിരിക്കും, പക്ഷേ 3 സൈസിലുള്ള അല്ലെങ്കിൽ ലെങ്ത് ആയിരിക്കും 3 സൈഡിനും ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിളുകൾ നമുക്ക് പറയാൻ പറ്റുന്നത് റോംബിക് സൾഫർ, ബേരിയം സൾഫേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. ഇവിടെ 4 പോസിബിലിറ്റിയാണ് അതിനകത്ത് വരുന്നത്. നാലാമത്തെ ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് മോണോക്ലിനിക് ക്രിസ്റ്റൽ ലാറ്റിസ്. ഇതിന് 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന് പ്രിമിറ്റീവ് ആണ്, രണ്ടാമത്തത് എൻസെൻറ്റേഡ് ആണ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വശങ്ങളിലാകും പാർട്ടിക്കിൾ ഉണ്ടാകുക. എൻസെൻറ്റേഡ് എന്ന് പറഞ്ഞാൽ 4 വശങ്ങളും കൂടാതെ ഓപ്പോസിറ്റ് സൈഡ്സിലും ചിലപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിലും പാർട്ടിക്കിളുകൾ കാണുന്നുണ്ട്. ഇതിനകത്തുള്ള എഡ്ജസ് നോക്കിക്കഴിഞ്ഞാൽ A ഈസ് നോട്ട് ഈക്വൽ ടു B, നോട്ട് ഈക്വൽ ടു C ആണ്. ആംഗിളുകൾ നോക്കിക്കഴിഞ്ഞാലോ A ഈസ് ഈക്വൽ ടു ആൽഫ ഈസ് ഈക്വൽ ടു ഗാമ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, ബട്ട് ബീറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കാണാനായിട്ട് കഴിയും. ഈ പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതിന് എക്സാമ്പിളുകൾ നോക്കിക്കഴിഞ്ഞാൽ മോണോക്ലിനിക് സൾഫർ, അതുപോലെ തന്നെ സോഡിയം സൾഫേറ്റ്, ഡെക്ക ഹൈഡ്രേറ്റ്. ഡെക്ക എന്ന് പറഞ്ഞാൽ 10 ആണ്, 10നെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഡെക്ക ഹൈഡ്രേറ്റ്. 10 വാട്ടർ മോളിക്യൂൾ എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ പേര് എന്ന് വെച്ചാൽ സോഡിയം സൾഫേറ്റ് ഡെക്ക ഹൈഡ്രേറ്റ്. അപ്പോൾ അത് അതിനെന്തായിട്ട് പറയാൻ പറ്റും, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതാണ് 4ാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. 5ാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റം നോക്കുക. ഇതിനെ നമ്മൾ ഹെക്സഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിന് ഒരൊറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ, പ്രിമിറ്റീവ് സ്ട്രക്ചറാണത്. പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ എല്ലാ ആംഗിളുകളിലും എല്ലാ കോർണറുകളിലുമായിരിക്കും പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്. A ഈസ് ഈക്വൽ ടു B ആണ്, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു C ആയിരിക്കും. 2 വശങ്ങൾ ഈക്വൽ ആയിരിക്കും, പക്ഷേ 3ാമത്തെ വശം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കില്ല. ഇവിടെ ആൽഫയും ബീറ്റയും 90 ഡിഗ്രിയാണ്, പക്ഷെ ഗാമ നോക്കിയാൽ 120 ഡിഗ്രി ഉണ്ടാവും. നോക്കൂ, ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ പിക്ചറിൻ്റെ മുകളിലത്തെ ഈ ആംഗിൾ നോക്കിയോളൂ. ഈ ആംഗിൾ എത്രയാണ്, ഇത് 120 ഡിഗ്രിയാണ്. വൈഡ് ആംഗിൾ ആണ് സാധാരണ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, ഗ്രാഫൈറ്റ് പറയാൻ പറ്റും, സിങ്ക് ഓക്സൈഡ് പറയാൻ പറ്റും, കാഡ്മിയം സൾഫൈഡ് പറയാൻ പറ്റും. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനായിട്ട് കഴിയും. അതാണ് 5ാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റം, ഹെക്സഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം. 6ാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ പേരാണ് റോംബോഹെഡ്രൽ ഓർ ട്രൈഗണൽ ക്രിസ്റ്റൽ സിസ്റ്റം. ഇത് ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ, ഒറ്റ പോസിബിലിറ്റിയേ ഉള്ളൂ. അതിന് പ്രിമിറ്റീവ് ആണ്. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഷേപ്പിൽ കാണാൻ കഴിയും. ഒന്ന് ചരിഞ്ഞിട്ടാണ് എന്നേ ഉള്ളൂ. ഈ യൂണിറ്റ് സെല്ല് എന്തെങ്ങനെയാണ്, ഒന്ന് ജസ്റ്റ് ചരിഞ്ഞിട്ടാണ്. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആണ്. A ഈസ് ഈക്വൽ ടു B ഈസ് ഈക്വൽ ടു C എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷേ ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു ഗാമ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിരിക്കില്ല ആംഗിൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ 90 ഡിഗ്രി ആയിരിക്കില്ല ഇതിൻ്റെ ബോണ്ട് ആംഗിൾ. അത് ചരിവുണ്ട്, പിന്നെ പെർപെൻഡിക്കുലർ ആംഗിളുകളൊന്നുമില്ല, ചരിവ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കുറച്ച് ചരിഞ്ഞിട്ടാണല്ലോ. ഇതിന് എക്സാമ്പിളുകളാണ് കാൽസൈറ്റ്. കാൽസൈറ്റ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ്, അല്ലെങ്കിൽ സിന്നബാർ. സിന്നബാർ എന്ന് വെച്ചാൽ മെർക്കുറിക് സൾഫൈഡിനെയാണ് സിന്നബാർ എന്ന് പറയുന്നത്. സിന്നബാർ ഇത് നമുക്ക് എന്തായിട്ട് പറയും, എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് കഴിയും. 7ാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റമാണ് ട്രൈക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റം. അത് ട്രൈക്ലിനിക് ഇതുപോലെ തന്നെ കുറച്ച് ചരിഞ്ഞിട്ടാണ്. അതിനൊരു പോസിബിലിറ്റി ആണുള്ളത്, പ്രിമിറ്റീവ് ആണ്. A ഈസ് നോട്ട് ഈക്വൽ ടു B, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു C. ഇവിടെ ലെങ്തുകളൊന്നും, നേരത്തെ പറഞ്ഞാൽ ലെങ്ത് എല്ലാം സെയിം ആയിരുന്നു. ഇവിടെ ലെങ്ത് ഒന്നും എന്തല്ല, സെയിം അല്ല. ആൽഫ ഈസ് നോട്ട് ഈക്വൽ ടു ബീറ്റ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഗാമ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്നുള്ളതാണ്. അപ്പോൾ ആംഗിളുകളൊന്നും എന്തല്ല, 90 ഡിഗ്രി അല്ല. ഇതൊന്നും പരസ്പരം എന്തല്ല, ഈക്വലും അല്ല എന്നുള്ളതാണ്. അതിന് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് K2Cr2O7, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ്. ഇത് കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ് ആണ്. ആ കോപ്പർ സൾഫേറ്റിൻ്റെ കൂടെയാണ് ആ 5 വാട്ടർ മോളിക്യൂൾ ഉള്ളത് കേട്ടോ. പെൻറ്റാന്ന് വെച്ചാൽ 5 എന്നുള്ളതാണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് പെൻറ്റാഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ബോറിക് ആസിഡ് H3BO3, ബോറിക് ആസിഡും ഇതിന് എന്തിന് എക്സാമ്പിളാണ്, ഈ പറഞ്ഞ 7ാമത്തെ ക്രിസ്റ്റൽ സിസ്റ്റമായിട്ടുള്ള ട്രൈക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്.
അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അനുസരിച്ചിട്ട് ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ 3, ടെട്രഗണലിൽ 2, ഓർത്തോറോംബിക്കിൽ 4, ഹെക്സഗണലിൽ 1, റോംബോഹെഡ്രലിൽ അല്ലെങ്കിൽ ട്രൈഗണലിൽ 1, മോണോക്ലിനിക്കിൽ 2, ട്രൈക്ലിനിക്കിൽ 1. ഇങ്ങനെ ഈ പോസിബിലിറ്റീസ് 7 കാറ്റഗറിയിലായിട്ടുള്ള ഈ പോസിബിലിറ്റീസ് എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് 14 പോസിബിലിറ്റീസ് ആണ്, ജോമെട്രിക്കൽ പോസിബിലിറ്റീസ് ആണ് ഈ 3 ഡയമെൻഷണൽ ലാറ്റിസിനകത്ത് കാണുന്നത്. ഇത് ആദ്യമായി സജസ്റ്റ് ചെയ്തത് ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ബ്രാവെയാണ്. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് ബ്രാവെ ലാറ്റിസ് എന്നാണ്. ബ്രാവെ ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 14 3 ഡയമെൻഷണൽ പോസിബിലിറ്റീസ് ആണ് നമ്മുടെ ലാറ്റിസിന് വേണ്ടിയിട്ടുള്ള ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പോസിബിലിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്രാവെ ലാറ്റിസസ് എന്ന് പറയുന്നത്. അത് 14 എണ്ണമാണ്. അതിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ പോസിബിലിറ്റീസും അതിൻ്റെ ബോണ്ടുകൾ അതിൻ്റെ പിന്നെ സൈഡ്സ് തമ്മിലുള്ള ഡിഫറൻസും അതിൻ്റെ എക്സാമ്പിളുമാണ് നമ്മളിങ്ങനെ ചാർട്ട് രൂപത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു ചെറിയ വിഷയമാണ് പറഞ്ഞത്. ഈ പറഞ്ഞ ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ജസ്റ്റ് അറിയുക എന്നുള്ളതാണ്. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയാൻ പോകുന്നത് ആ ക്രിസ്റ്റൽ സിസ്റ്റത്തിൽ പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രമാണ് ഓരോ യൂണിറ്റിൻ്റെയും കോൺട്രിബ്യൂഷൻ എന്നുള്ള കാൽക്കുലേഷൻ പാർട്ടിലേക്കാണ് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നത്. അപ്പം അതിനു മുമ്പ് ഇത് ഇമാജിൻ ചെയ്യാൻ, ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ സ്ട്രക്ചറുകളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് ഇമാജിൻ ചെയ്യാനായിട്ട് കഴിയണം. ഇമാജിനേഷൻ കപ്പാസിറ്റി കെമിസ്ട്രിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഇമാജിൻ ചെയ്യുക എന്നുള്ളത്. അത് ഇങ്ങനെ മനസ്സിൽ വരണം. പിന്നെ പാർട്ടിക്കിൾ പ്രിമിറ്റീവ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ 4 വശങ്ങളിൽ ഇരിക്കുന്നതായിട്ട് ഫേസ് ടു ഫേസ് സെൻറ്റേഡ് ആണ് അല്ലെങ്കിൽ യൂണിറ്റ് സെൻറ്റേഡ് ആണെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ വരുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഇറക്കാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഗുഡ് ബൈ.